അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോ നമ്മൾ ഇനി കുറച്ച് സ്പീഡ് കൂട്ടി പോകുട്ടോ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ. കാരണം നമുക്ക് പോർഷൻസ് തീർക്കണ്ടേ. നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. കാരണം എല്ലാവരും സംശയങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെയും സംശയങ്ങളും മാറ്റി മാറ്റി പോകുമ്പോൾ കുറച്ച് സ്ലോ ആവാറുണ്ട്. പക്ഷെ ഇനി സ്ലോ ആവാൻ പറ്റില്ല, നമുക്ക് കുറച്ച് സ്പീഡിൽ പോകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഓൺ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞ ആഴ്ചയോട് കൂടി അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളുടെ ക്ലാസ്സിൽ ചെയ്യും, ബാക്കി ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ഇടുമ്പോൾ അതിന്റെ കൂടെ ഇടും. അപ്പോൾ നിങ്ങൾ തന്നെ അത് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയല്ലേ ചെയ്തേ? കഴിഞ്ഞ തവണ നമ്മൾ ക്ലാസ്സിൽ 20 ക്വസ്റ്റ്യനോ അത്രയങ്ങാണ്ട് ചെയ്തു. ഇതിപ്പോ അത്രയും ചെയ്യുന്നുണ്ടാവില്ല. സമയത്തിനനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട്സിന്റെ കൂടെ ഇടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഞാൻ ആൻസേഴ്സ് ഇടുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിന് പോകുന്നത്. സോ ഞാൻ ഇനിയിപ്പോ സമയം കളയുന്നില്ല, വേഗം എന്താ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. യെസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. യെസ്, ഇതും പറഞ്ഞു. ഇനി ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്, പക്ഷെ നമുക്ക് സമയം ഉണ്ടായില്ല. ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത് 85,536 85,536. ഇത് ഏത് നമ്പർ കൊണ്ടാണ് ആക്ച്വൽ ഡിവിഷൻ അല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക? ആക്ച്വൽ ഡിവിഷൻ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്ത് നോക്കാണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം കിട്ടുന്നത്? കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇപ്പൊ ഇത് കറക്റ്റ് ചെയ്ത് നോക്കാണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് നോക്കാണ്ട് ഉത്തരം പറയാനുള്ള കുറെ വിദ്യകൾ നമ്മൾ പഠിച്ചില്ലേ? ടെസ്റ്റ്സ് ഓഫ് ഡിവിസിബിലിറ്റി. അത് ഉപയോഗിച്ചിട്ട്, ആ ടെസ്റ്റ്സ് ഓഫ് ഡിവിസിബിലിറ്റി ഉപയോഗിച്ചിട്ട് ആക്ച്വൽ ഡിവിഷൻ ചെയ്ത് നോക്കാതെ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറയാൻ പറ്റുന്നത്? 85,536 85,536 എന്ന് പറയുന്ന ഈ സംഖ്യ ഇവിടെ തന്നിട്ടുള്ള ഏത് ഓപ്ഷനിലാണ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. അപ്പോ നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ അവിടെ ആൻസർ ഉണ്ട്, നിങ്ങൾ കാണില്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് 85,536 അതല്ലേ നമ്മുടെ നമ്പർ? അതെ, ആ നമ്പർ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 85,536. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് 5, 3, 7 പിന്നെ 13. ഇതാണ് നിങ്ങളുടെ ഓപ്ഷൻസ്. ഈ 4 ഓപ്ഷൻസിൽ ഏത് നമ്പർ കൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് 3, 3, 3, 3, 3. എങ്ങനെയാണ് നിങ്ങൾ അത് 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് കണ്ടുപിടിച്ചത്? എങ്ങനെയാ കണ്ടുപിടിച്ചത് 3 കൊണ്ടാണ് പറ്റുക എന്നുള്ളത്? നമ്മുടെ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി കുറെ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു അല്ലെ? 3യുടെ ടെസ്റ്റ് എന്തായിരുന്നു? 3 ആണെങ്കിലുള്ള ടെസ്റ്റ് എന്തായിരുന്നു? നമുക്ക് എല്ലാ നമ്പറും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ ടോട്ടൽ നമ്പറും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലെ? അതായിരുന്നില്ലേ? അപ്പൊ നോക്കിക്കോളോ, നമുക്ക് ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ 27 എന്നാണ് ഉത്തരം കിട്ടുന്നത് അല്ലെ? 8 + 5 + 5 + 3 + 6. നിങ്ങളപ്പോ ഇത് കൂട്ടി നോക്കിയേ. 8 + 5 + 5 + 3 + 6 27 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ആ 27 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ആളല്ലേ? അതുകൊണ്ട് തന്നെ 27നെ നമുക്ക് 3 കൊണ്ട് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റുന്നത് കൊണ്ട് തന്നെ ഈ ടോട്ടൽ നമ്പറിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ?
ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി യൂസ് ചെയ്തിട്ടാണ് ഈ എക്സാമ്പിൾ നമ്മളിവിടെ സോൾവ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കിയാൽ അവിടെ ഒരു ഇമ്പോർട്ടന്റ് ഫോർമുല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് അറിയണ ഫോർമുല അത് ഡിവൈഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ടൈംസ് കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഫോർമുല. എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ് കേട്ടോ. അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളൂ. അതായത് നമ്മുടെ ഡിവൈഡന്റിനെ കണ്ടുപിടിക്കാനായിട്ട്, ഡിവൈഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എഴുതുന്ന ആളാണ് ഡിവൈഡന്റ് അല്ലേ? ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ. ഡിവൈസർ എന്ന് പറയുന്നതോ നമ്മൾ ഇവിടെ എഴുതുന്ന സാധനമാണ് ഡിവൈസർ. ഡിവൈസർ ഇത് ഡിവൈഡന്റ്, ഭാഗം ചെയ്യുന്ന സംഖ്യ, അതാണ് ഡിവൈസർ. കോഷ്യന്റ് എന്ന് പറയുന്നത് ആരാ? മുകളിൽ കിട്ടുന്ന സംഭവം അല്ലേ? അതായത് ഭാഗഫലം, ഉത്തരമാണ് കോഷ്യന്റ്. റിമൈൻഡർ എന്ന് പറയുന്നതോ അവസാനം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് റിമൈൻഡർ അല്ലെ? ഇങ്ങനെയല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഡിവൈഡന്റിനെ കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഡിവൈഡന്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈസറും കോഷ്യന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ കൂടെ റിമൈൻഡർ ആഡ് ചെയ്താൽ നമുക്ക് ഡിവൈഡന്റ് കിട്ടും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയേ, ഫോർ എക്സാമ്പിൾ കോഷ്യന്റ് തന്നു, റിമൈൻഡർ തന്നു, എന്നിട്ട് നിങ്ങളോട് ഡിവൈസർ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അല്ലെങ്കിൽ ഇത് ഡിവൈഡന്റ് തന്നു, കോഷ്യന്റും തന്നു, റിമൈൻഡറും തന്നു. ഫൈൻഡ് ഡിവൈസർ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കട്ടെ, നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ്. ഈ 3 തന്നു, ഡിവൈസർ തന്നു, കോഷ്യന്റ് തന്നു, റിമൈൻഡർ തന്നു. എന്നിട്ട് നിങ്ങളോട് ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈഡന്റ് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ പോരെ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പൊ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യണമെന്നില്ല, കാരണം നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി മെത്തേഡ് ഉണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഫോർമുലയും യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇത് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ആക്ച്വലി നമ്മൾ ഇതിന് സോൾവ് ചെയ്തത് എങ്ങനെയാണ്? നമ്മുടെ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി മെത്തേഡ് വെച്ചിട്ടാണ്. എല്ലാ നമ്പേഴ്സും കൂടെ ആഡ് ചെയ്തപ്പോൾ 27 കിട്ടി. 27 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നിട്ടുള്ള 85,536 എന്ന് പറയുന്ന ഈ സംഖ്യയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ഫോർമുല നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, ആവശ്യം വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴാണ് ആവശ്യം വരുന്നത്? ഇതിലിപ്പോ ഡിവൈഡന്റ് എന്ന് പറഞ്ഞാൽ ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യയും ഭാഗം ചെയ്യുന്ന സംഖ്യയും, അതായത് ഡിവൈസറും റിമൈൻഡറും നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കുക. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശേഷവും ഒക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ട് കോഷ്യന്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഭാഗഫലം കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യണ്ട, നേരെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ എന്താ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കിയേ, ഡിവൈഡന്റ് എന്ന് പറയുന്നത് 20 ആണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഡിവൈഡന്റ് എന്ന് പറയുന്നത് 20 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ, കോഷ്യന്റ് എന്ന് പറയുന്നത് 5 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഏതാ, റിമൈൻഡർ എന്ന് പറയുന്നത് 0 എന്ന് തന്നു. നോക്കൂ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നു. കോഷ്യന്റ് അതായത് ഭാഗഫലം എന്ന് പറയുന്ന സംഭവം 5 എന്നും ശേഷം 0 ആൻഡ് ഡിവൈഡന്റ് എന്ന് പറയുന്നത് ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ. നമ്മുടെ ഇവിടെ എഴുതുന്ന ഏത് സംഖ്യയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് ഡിവൈഡന്റ് എന്ന് പറയുന്നത് 20. ഈ ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണെങ്കിൽ ശ്രദ്ധിച്ചിരുന്നോളൂ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഡിവൈസർ തന്നിട്ടില്ല, ഡിവൈസർ കണ്ടുപിടിക്കണം. ഫൈൻഡ് ഡിവൈസർ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിയേ, ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഡിവൈഡന്റ് എന്ന് പറയുന്നത് 20 എന്ന് തന്നിട്ടുണ്ട്, ഈക്വൽ ടു ഡിവൈസർ തന്നിട്ടില്ല, തരാത്ത സംഭവം ആയതുകൊണ്ട് അതിന് ഡിവൈസർ എന്ന് തന്നെ നമുക്ക് അവിടെ എഴുതാം. മൾട്ടിപ്ലൈഡ് ബൈ കോഷ്യന്റ് എത്രയാ, 5 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? പ്ലസ് റിമൈൻഡർ എത്ര തന്നേക്കണേ, 0 തന്നിട്ടുണ്ട്. നോക്കി, ഞാൻ ഇതെല്ലാം ഇതിലിട്ട് കൊടുത്തില്ലേ?
അപ്പൊ ഇതൊക്കെ 0 ആയതുകൊണ്ട് പിന്നെ വേറെ നമ്മളവിടെ ചെയ്യാനില്ല. 0 ആയതുകൊണ്ട് അതാണ് അതിനവിടെ വിട്ടേക്കോ. ഇനി നോക്കിയപ്പോ നമുക്ക് എന്ത് കിട്ടി? 20 ഈക്വൽ ടു ഡിവൈസർ മൾട്ടിപ്ലൈഡ് ബൈ 5 എന്ന് കിട്ടി. അപ്പൊ ഈ ഡിവൈസർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാൻ മതി? നിങ്ങളിത് പഠിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സൈഡില് ഇക്വാലിറ്റി സിമ്പലിന്റെ ഒരു സൈഡിൽ കിടക്കണ നമ്പർ മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ ഇപ്പുറത്ത് എന്തായിരുന്നോ അതിന്റെ ഓപ്പറേഷൻ, അതിന്റെ നേരെ വിപരീത ഓപ്പറേഷനിലേക്ക് പോകും. അതായത് ഈ 5 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ, 5ഉം ഡിയും കൂടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഞാനിവിടെ വലുതാക്കി എഴുതാം. 20 ഈക്വൽ ടു ഡി, ഡിവൈസറിന്റെ ഡി ഇൻറ്റു 5 എന്ന് കിട്ടി. ഈ 5ഉം ഡിയും കൂടി ഇവിടെ മൾട്ടിപ്ലൈ ആണ് ചെയ്തേക്കണത്. നമുക്ക് ഈ ഡിവൈസറിനെ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 5നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വാലിറ്റി സൈഡിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്ന 5 ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ നോക്കി നിങ്ങൾ, 20 ഡിവൈഡഡ് ബൈ 5 ആണ് ഇവിടത്തെ ഡിവൈസർ. അതായത് 4 ആണ് ഇവിടത്തെ ഡിവൈസർ. മനസ്സിലായോ? 4 ആണ് ഇവിടുത്തെ ഡിവൈസർ അല്ലേ. 20നെ 4 കൊണ്ട് ഹരിച്ചാലല്ലേ നമുക്ക് 5 എന്ന് ഉത്തരം കിട്ടുന്നത്, 0 റിമൈൻഡർ കിട്ടുന്നത് അല്ലേ. അപ്പൊ ഇതിപ്പോ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ ആണ്. പക്ഷെ ഇതുപോലെ ബുദ്ധിമുട്ടുള്ളത് വന്നാലും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. സോ നിങ്ങള് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫോർമുലാസ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുക എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ. അല്ലെങ്കിൽ ഒരുപാട് സമയം പോവും. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ കുറച്ച് പേര് പുതിയ ആൾക്കാരെ കാണാനുണ്ട്. പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. കാരണം എന്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. എന്റെ പേര് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. എന്റെ പേര് വൈശാഖി. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, എക്സാമ്പിൾ ചെയ്യൂ. ഓൺ ഡിവൈഡിങ് 18,270 by a certain number. അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ എക്സാമ്പിൾ അല്ലേ. ഞാൻ വേറെ എക്സാമ്പിളിലേക്കൊക്കെ പോയി. The quotient is 186 and the remainder is 42. Find the divisor. എന്താ ചോദ്യം? 18,270നെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉത്തരം അല്ലെങ്കിൽ ഭാഗഫലമായി കിട്ടുന്നത് 186 ആണ്. റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്, ശേഷമായിട്ട് കിട്ടുന്നത് 42 ആണ്. അതിന്റെ ഡിവൈസർ കണ്ടുപിടിക്കുക. നമ്മളിപ്പോ ചെയ്ത അതേ സാധനം 20ഉം 5ഉം ഒക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചെന്നില്ലേ, അതേ സാധനം തന്നെയാണ് ചെയ്യേണ്ടത്. വേഗം ഒന്ന് ചെയ്തു നോക്കിയ എല്ലാവരും. ഇവിടെ എന്തൊക്കെയാ തന്നേക്കണേ? ഡിവൈഡന്റ്, അതായത് ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ എത്രയാ തന്നേക്കണത്? 18,270. ഇനി ഏതാ? കോഷ്യന്റ് തന്നിട്ടുണ്ട് അല്ലെ. കോഷ്യന്റ് എന്ന് പറഞ്ഞ എന്താണ്? ഭാഗഫലം. എത്രയാണ് തന്നേക്കണേ? 186. ഇനി റിമൈൻഡർ തന്നിട്ടുണ്ട് അല്ലെ. റിമൈൻഡർ എന്ന് പറഞ്ഞ ശേഷം തന്നിട്ടുണ്ട് 42. ശേഷം ഡിവൈസറിനെയാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോ മുകളിൽ കാണിച്ചേക്കണ അതേ മെത്തേഡ് ഡിവൈസറിനെയാണ് നമുക്ക് വേണ്ടത്. ഈ ഫോർമുല ഉപയോഗിക്കുക. വേഗം കണ്ടുപിടിച്ചോളോ. എങ്ങനെയാ അത് കണ്ടുപിടിക്കുക? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. നേരത്തെ ഇവിടെ 0 ആയിരുന്നുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഇവിടെ റിമൈൻഡർ 0 അല്ല അല്ലേ. ഇവിടെ റിമൈൻഡർ 0 അല്ലാത്തത് കൊണ്ട് ആ റിമൈൻഡറിനെ ആദ്യം അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അല്ലേ. അപ്പൊ റിമൈൻഡറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ എന്താ സംഭവിക്കുക കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും 98 എന്ന് പറയുന്നുണ്ട്. ബട്ട് അവിടെ ആൻസർ ഉണ്ടായിരുന്നു അല്ലേ. ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് 98 എന്ന് പറയുന്നത്. കാരണം ഇത് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സമയം ആയിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. അവിടെ 98 എന്നുള്ള സൊല്യൂഷൻ 3 എന്നുള്ളത് ആൻസർ അവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് എല്ലാവരും 98 അല്ലേ. ആദ്യം എങ്ങനെയാ ചെയ്യണ്ടേ? ഈ റിമൈൻഡറിനെ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞ ആദ്യം
എനിക്കൊന്ന് വേഗം എല്ലാവരും ആ ഇക്വേഷൻ ഒന്ന് ഫോം ചെയ്തിട്ട് ആ ഇക്വേഷൻ ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ. അതായത് ഞാൻ ദാ ഇവിടെ എഴുതിയിട്ടില്ലേ ഇക്വേഷൻ 20 ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ എഴുതിയിട്ടില്ലേ ഇവിടെ ദേ ഈ സാധനം. ഇതുപോലെ നമ്മളിപ്പോ തന്നിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആ ഇക്വേഷൻ ഒന്ന് ഉണ്ടാക്കിയേ വേഗം. ഇപ്പൊ തന്നിട്ടുള്ളതാ ഇതൊക്കെ വെച്ചിട്ട് ആരാണ് ഇക്വേഷൻ ആദ്യം ഉണ്ടാക്കിയിടണേ എന്ന് നോക്കട്ടെ ഞാൻ. ഇപ്പൊ തന്നിട്ടുള്ള ഡിവൈഡൻഡും കോഷ്യന്റും റിമൈൻഡറും ഡിവൈസറും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ദേ ഈ ഇക്വേഷൻ ഉണ്ടാക്കിയ പോലെ, അതായത് നമ്മുടെ ഈ ഇമ്പോർട്ടന്റ് ഫോർമുല എന്ന് പറഞ്ഞ ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എനിക്കൊന്ന് കാണിച്ചു തരണേ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന്. അത് കിട്ടുന്നത് ആർക്കാണെന്ന് നോക്കട്ടെ ഞാൻ. അല്ലാതെ നിങ്ങൾ ഈ 98 എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള 98 അല്ല. കാരണം ചെയ്ത് നോക്കിയിട്ടുള്ള 98 കിട്ടാനായിട്ടുള്ള സമയം ആയിട്ടില്ല. അത് മുഴുവനൊന്നും ചെയ്ത് വരുമ്പോഴേക്കും എന്തായാലും സമയം എടുക്കും. ഉറപ്പായിട്ടും സമയം എടുക്കും ട്ടാ. ആ കുറച്ചെങ്കിലും സമയം കഴിഞ്ഞിട്ട് പറയണ്ടേ 98 എന്ന്. ഞാൻ പറഞ്ഞത് പറയൂ. ഓക്കെ, ഇവ ഇട്ടിട്ടുണ്ട്. ആ കറക്റ്റ് ആണ്. അപ്പൊ ഇവയാണ് ഞാൻ പറഞ്ഞിട്ട് ഇതാ കറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഇനി ഇത് എന്താ ആദ്യം ചെയ്യേണ്ടത്? അപ്പൊ എല്ലാവരും നോക്കി നോക്കിയേ. ഇവ ദാ ചാറ്റ് ബോക്സിൽ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയോ അല്ലെ? അപ്പൊ ഇനി ഞാൻ പറയണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഉത്തരം കിട്ടിയില്ലേ? ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? പിന്നെ ഞാൻ എന്തിനാ പറയണേനി അല്ലേ? പറയണോ? എങ്ങനെയാ ഉത്തരം കിട്ടിയെന്നുള്ള സ്റ്റെപ്പ് പറയണോ? അല്ല, എല്ലാവർക്കും കറക്റ്റ് ആൻസർ കിട്ടിയല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ? എന്നാല് പോട്ടെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നിങ്ങൾ ചെയ്തത് ഇവിടെ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്തത്? ഞാൻ വേഗം ഒരു പ്രാവശ്യം പറയുള്ളൂ കേട്ടോ, കാരണം എല്ലാവർക്കും ഉത്തരം കിട്ടിയല്ലോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. 18,270 ആണ് നമ്മുടെ ഡിവൈഡൻഡ് ഈക്വൽ ടു ഡിവൈസ്. അവിടെ എഴുതിയാൽ കാണില്ല എന്ന് തോന്നുന്നുണ്ട്. 18,270 ആണ് നമ്മുടെ ഡിവൈഡൻഡ്. അത് ഈക്വൽ ടു ഡിവൈസർ അറിയില്ല ഡി മൾട്ടിപ്ലൈഡ് ബൈ കോഷ്യന്റ് 186 ആണ് പ്ലസ് റിമൈൻഡർ 42 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇനി ഈ 186 എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം ഇവിടെ നമുക്ക് ആദ്യം അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത് ഈ 42-നെയാണ്. കാരണം അതാണ് അഡീഷൻ. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, അഡീഷനോ സബ്സ്ട്രാക്ഷനോ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോയതിനു ശേഷം മാത്രമേ മൾട്ടിപ്ലിക്കേഷനെയും ഡിവിഷനെയും കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ട്ടോ. ചില ക്വസ്റ്റ്യൻസിൽ അത് ഡിഫറെന്റ് ആണ്. അതൊക്കെ നമുക്ക് പഠിക്കാം. ഇങ്ങനെ ഒരു ഡിവിഷനും ഒന്നും ഇല്ലാതെ നേരെയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം തന്നെ ഇതിനെയാണ് കൊണ്ടുപോകേണ്ടത്. ഇതിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 42-നെ ഇപ്പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് -42 ആവും. ഇത് പ്ലസ് ആയിരുന്നു, ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോ 18,270 മൈനസ് 42 ഈക്വൽ ടു ഡി ഇൻറ്റു 180 എന്ന് വന്നു. 18,270 മൈനസ് 42 എത്രയാണ്? 18,270 മൈനസ് 42. ഇതിന്റെയൊക്കെ ഫുള്ള് നിങ്ങൾ തന്നെ ചെയ്യണം എക്സാമിന് ട്ടോ. 18,228 ആണ് നമ്മുടെ ഡിവൈസർ. അല്ല സോറി, ഡിവൈസർ ടൈംസ് ഈ കോഷ്യന്റ് എന്ന് പറയുന്ന ആള്. അപ്പോ ഡിവൈസർ എത്രയാണ്? 18,228 ഡിവൈഡഡ് ബൈ 186. ഇത്രയും വലിയ ഡിവിഷൻ ആണ് നിങ്ങളിപ്പോ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്തത് അല്ലേ? ഓ, അപ്പൊ നിങ്ങൾ മിടുക്കന്മാരാണല്ലോ, മിടുക്കന്മാരും മിടുക്കികളുമാണല്ലോ. കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ പരീക്ഷയ്ക്ക്. ഡിവിഷൻ ചെയ്ത് പഠിച്ചോളോ. വലിയ വലിയ ഡിവിഷൻസ് ഒക്കെ വരുന്നുണ്ട്. കാൽക്കുലേഷൻ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോ 18,228 ഡിവൈഡഡ് ബൈ എത്രയാണ്? 186 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 98 എന്ന് ഉത്തരം കിട്ടും. നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ ഉത്തരമാണല്ലോ അല്ലേ? ഓക്കെ, അപ്പോ ഇങ്ങനെയാണ്
നമ്മൾ അതിന്റെ ഉത്തരം ചെയ്തത്. ഓക്കെ, എങ്ങനെയാണ്? ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. ആദ്യം എന്ത് ചെയ്യണം? 42നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഇവിടെ +42 ആയത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആകും. അത് ഒരു കാര്യം ശ്രദ്ധിക്കണം, സബ്സ്ട്രാക്ഷനും അഡീഷനും ആട്ടോ സൈൻ മാറുള്ളൂ. നിങ്ങൾ ഈ 186നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -186 എഴുതരുത്. അത് മിക്കവർക്കും വരുന്ന ഒരു സംശയമാണ്. പ്ലസ് ആൻഡ് മൈനസ്, അതായത് അഡീഷനും സബ്സ്ട്രാക്ഷനും നേരെ ചേഞ്ച് ചെയ്യും. ഇപ്പുറത്തെ അഡീഷൻ ആയിരുന്ന സാധനം അപ്പുറത്തേക്ക് പോകുമ്പോൾ സബ്സ്ട്രാക്ഷൻ ആവും, സബ്സ്ട്രാക്ഷൻ ആയിരുന്നത് അപ്പുറത്തേക്ക് പോകുമ്പോൾ അഡീഷൻ ആകും, ഏത് സൈഡിലേക്ക് മാറിയാലും. പക്ഷെ ഡിവിഷനും അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ പ്ലസും മൈനസും മാറ്റേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, യെസ്. സോ അപ്പോ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചത്. മനസ്സിലായല്ലോ? നേരെ ഇക്വേഷനിൽ കൊണ്ടിടുക, നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഞാനപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എവിടെ? ഓക്കെ, അപ്പൊ ഇതിങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ, ഈ ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ പോലും ഇതിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ വരുന്ന ക്വസ്റ്റ്യൻസിന് കുറച്ചൊരു എന്താ പറയാ ഡിഫറൻസ് ഉണ്ട്. അപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ എന്താ പറയേണ്ടത്, ആപ്ലിക്കേഷൻ ലെവലിൽ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം. കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടല്ലോ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇപ്പൊ 2 ചെയ്തു. അത് കഴിഞ്ഞിട്ട് വരുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും ഉത്തരം കിട്ടിയില്ല എല്ലാവർക്കും? ഡിയുടെ അർത്ഥം, ഡി എന്ന് പറഞ്ഞ ഡിവൈസറിനെ ഞാൻ ഷോർട്ടാക്കി എഴുതിയതാണ്. ഡിവൈസറിന് കുറെ വട്ടം എഴുതണ്ടല്ലോ എന്ന് വെച്ചാൽ ഡി എന്ന് വെറുതെ എഴുതിയെന്നുള്ളൂ കേട്ടോ. ഡിവൈസറിന്റെ ഡി ആണത്. അതായത് ഡിവൈസറിനെ ഡി എന്നൊന്നും അല്ല കാണിക്കുക. ഞാൻ വീണ്ടും എഴുതണ്ടല്ലോ, സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഡി എന്നിട്ടതാ കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. അപ്പൊ ഇനി നിങ്ങളാണല്ലോ ആൻസേഴ്സ് പറയേണ്ടത്. വേഗം ഉത്തരം പറഞ്ഞോളൂ. -1 is multiplied by itself 100 times. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ മിസ്സിന് എപ്പോഴും ചുമയും തുമ്മലാണല്ലോ അല്ലേ? എനിക്ക് എപ്പോഴും ഈ അലർജി ഉള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചുമ വരും. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞോളൂ. when -1 is multiplied by itself 100 times, അതായത് മലയാളം മീഡിയംകാർക്ക് മലയാളത്തിൽ പറഞ്ഞുതരാം. -1 അതിനോട് കൂടി തന്നെ 100 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് -1 ഇൻറ്റു -1 ഇൻറ്റു -1 അങ്ങനെ 100 തവണ -1നെ അതിനോട് കൂടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം എത്രയാണ് കിട്ടുന്നത്? അതാണ് ചോദ്യം. -1നെ അതിനോട് കൂടി തന്നെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഇൻറ്റു 100 തവണ ചെയ്താൽ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? അതാണ് ചോദ്യം. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? ഇത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആവാത്ത ആൾക്കാര് വീഡിയോ വരുമ്പോ ഒന്നും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞിനിപ്പോ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോണം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം. നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുക. അത് മാത്രല്ല, നമുക്ക് ഇനിയിപ്പോ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ തൊട്ട് മുന്നെടുത്ത കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം വരാൻ. നിങ്ങൾക്ക് ആ ഒരു ടച്ച് വിട്ടുപോയി, ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വേറെ ഇപ്പൊ പരീക്ഷയ്ക്ക് പഠിച്ചൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാം മറക്കും. അങ്ങനെ മറന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ പറയണത് ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇരിക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ക്ലാസ്സിന് വരുന്നതിന് മുന്നേ അതിന് തൊട്ട് മുന്നത്തെ ആഴ്ചത്തെ വീഡിയോസോ നോട്ട്സോ ഒക്കെ ഒന്ന് കണ്ട് ഒന്ന് സെറ്റ് ആയിട്ട് വരിക. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ സമയം പോകും. അപ്പോ കുറേ പേര് ഇവിടെ ആൻസർ ഇടുന്നുണ്ട്.
കുറേ പേര് ആൻസർ ഇട്ടിട്ടുണ്ട്. -100, -1, 1 അങ്ങനെ കുറെ ആൻസേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ -100കാരാണ് കൂടുതൽ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ -100 എന്നുള്ള ഉത്തരം കിട്ടിയത്? അതൊന്ന് പറഞ്ഞേ കേക്കട്ടെ. -100 എന്ന് ഉത്തരം കിട്ടിയത് എങ്ങനെയാണ്? -1 multiplied by itself 100 times. അതല്ലേ ചോദ്യം? -1 is multiplied by itself 100 times. The product is എങ്ങനെയാ -100 എന്ന് കിട്ടുന്നേ? -1 ഇൻറ്റു 100 അല്ല കേട്ടോ ചോദ്യം. നിങ്ങൾക്ക് അങ്ങനെയാണോ ഇതിൽ നിന്ന് മനസ്സിലായത്? -1 ഇൻറ്റു 100 എത്രയെന്നല്ല ഞാൻ ചോദിച്ചത്. -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഇൻറ്റു 100 തവണ ചെയ്താൽ എത്രയാണ് ഉത്തരം എന്നാണ് ചോദിച്ചത്. -100 ഒരിക്കലും കിട്ടില്ല. എങ്ങനെയാ -100 കിട്ടുന്നത്? -100 അല്ല ഉത്തരം. നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും -100 എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. -100 അല്ല. എങ്ങനെയാ -100? 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു എന്ന് ചെയ്യുമ്പോൾ എങ്ങനെയാ 100 ഉത്തരം വരുന്നേ? എങ്ങനെയാ വരുന്നേ 100? 100 വരുമോ? 1 ഇൻറ്റു ഏത് നമ്പറിനെയാണോ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പർ ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? 100നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ല. ഞാൻ -1നെ തന്നെ 100 തവണ അതിനോട് കൂടി തന്നെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആവാണ്ടാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ 1നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഉത്തരമാണ് ഇവിടെ പറയുന്നത്. നോ, ഞാൻ അതല്ല ചോദിച്ചത്. അതല്ല കേട്ടോ ചോദിച്ചത്. ആൻസർ ഈസ് എത്ര ആൻസർ വരുന്നത്? 1 ആണ് ആൻസർ വരിക അല്ലേ? 1 അല്ലേ ആൻസർ വരുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ. 1 ആണ് ആൻസർ. നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് ചോദ്യത്തിൽ വന്ന കൺഫ്യൂഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും പറഞ്ഞു -100 എന്ന്. ഞാൻ ചോദിച്ചത് ഞാനിവിടെ എഴുതി കാണിക്കാം. -1 ഇൻറ്റു 100 അല്ല ഞാൻ ചോദിച്ചത്. -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഇൻറ്റു 100 തവണ. അതായത് നമുക്ക് പവർ ആയിട്ട് എഴുതാണെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതാം. -1 raised to 100. ഇങ്ങനെ പവർ എഴുതാനായിട്ട് അറിയോ? എക്സ്പോണൻസ് എഴുതാനായിട്ട് അറിയാമോ നിങ്ങൾക്ക്? എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 raised to 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലെങ്കിൽ 4 raised to 2. ഉത്തരം എത്രയാണ്? 4 raised to 2. ഈ മുകളിൽ എഴുതുന്ന സാധനത്തിനാണ് ഞാൻ raised to the power എന്ന് പറഞ്ഞത്. പവർ. അയ്യോ, അതിന്റെ മലയാളം എനിക്കറിയായിരുന്നു. നിങ്ങൾക്കറിയോ മലയാളം? മലയാളം അറിയാമോ? ഈ എക്സ്പോണന്റിന്റെ മലയാളം? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാവേ. എക്സ്പോണന്റ് എന്താണ് സംഭവം എന്നറിയാമോ? ഇങ്ങനെ മുകളിൽ പവർ ആക്കി എഴുതുന്നത് ഘാതം. ഘാതം ഘാതം കണ്ടുപിടിക്കാൻ അറിയാമോ? ഘാതം എന്നുള്ളൊരു വേർഡ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടില്ല? കുഴപ്പമില്ല, ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. വേഗം ശ്രദ്ധിച്ചോളോ. 4 raised to the power of 2 അല്ലെങ്കിൽ 4 ഘാതം 2 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2 അല്ല. 4നെ 4നോട് തന്നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? അല്ലെങ്കിൽ 3 raised to 4 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. എങ്കിൽ എന്ത് ചെയ്യണ്ടേ? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. 3നെ 3നോട് കൂടി തന്നെ 4 വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം. ഘാതം എന്നാണ് പറയുന്നത്. എക്സ്പോണന്റ് ഇത് ഇംഗ്ലീഷിൽ പറയും. എന്താ പറയാ? എക്സ്പോണന്റ്. EXPONENT. എക്സ്പോണന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഘാതം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ,
എക്സ്പോണന്റ് അല്ലെങ്കിൽ ഘാതം എന്നാണ് ഇതിന്റെ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? 3 raised to the power of 4 എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരും തെറ്റിയിട്ട് എഴുതുന്ന സാധനമാണ് 3 into 4 എന്ന്. അല്ല, 3നെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്യുക, 3നോട് കൂടി തന്നെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് എക്സ്പോണന്റ്. മനസ്സിലായോ? 4 into 2 അല്ല, അതാണ് പറഞ്ഞത്. 4 ഘാതം 2 അല്ലെങ്കിൽ 4 എക്സ്പോണന്റ് 2 എന്ന് പറഞ്ഞാൽ ആ മുകളിൽ എഴുതുന്ന സാധനം 4ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ അത്. അപ്പൊ നോക്കിയേക്കേ, 5 ഘാതം 2 എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം വരുന്നത്? 5 into 2 അല്ല, 5 into 5. കാരണം ഇവിടെ എത്ര 2 എന്നല്ലേ കിടക്കണേ? അപ്പൊ ഇവിടെ 2 അഞ്ചുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 5 raised to 6 എന്നായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? 1 2 3 4 5 6. 6 തവണ ഈ 5നെ 5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. 6 എന്നാണ് ഇവിടെ കിടക്കണം. അപ്പൊ ഇവിടെ എത്ര 5 വരണം? 1 2 3 4 5 6. അതിനെയാണ് എക്സ്പോണന്റ് അല്ലെങ്കിൽ ഘാതം എന്ന് പറയുന്നത്. നമ്മൾ ആ നമ്പറിന്റെ, നമ്മൾ ഏത് നമ്പറിനെ ആണോ എക്സ് പവർ ആക്കി എഴുതാൻ പോകുന്നത് ആ നമ്പറിന്റെ മുകളിലായിട്ടാണ് എഴുതുക. അപ്പൊ ദാ 3 raised to 2 എന്ന് പറഞ്ഞ എന്താ അർത്ഥം? 3 ഗുണിക്കണം 3, 2 എന്നല്ലേ ഉള്ളൂ. അപ്പൊ 2 3 മതി, ഉത്തരം 9. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ എഴുതേണ്ടത്, അല്ലാണ്ട് 1 into 100 എന്നല്ല ഇവിടെ എഴുതേണ്ടത്. ഞാൻ പറഞ്ഞത് 1നെ 100 തവണ, -1നെ 100 തവണ 1നോട് കൂടി തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് ഉത്തരം വരിക എന്നാണ് ഞാൻ ചോദിച്ചത്. ഉത്തരം 1 ആണ് ഇവിടെ. ഉത്തരം 1 ആണ്. എങ്ങനെയാണ് ഉത്തരം 1 വന്നത്? -1 into -1. അപ്പൊ ഇനി നിങ്ങളപ്പോ ആലോചിക്കുക, -1നെ അല്ലേ 100 കൊണ്ട് 100 തവണ ചെയ്തത്, അപ്പൊ എങ്ങനെയാ 1 ഉത്തരം വരുന്നതെന്ന്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം. ഒരു മൈനസ് നമ്പറിനെ പ്ലസ് ആകാൻ എന്താ വരണ്ടേ? 2 മൈനസ് നമ്പറുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ അത് പ്ലസ് ആവില്ലേ? മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് അല്ലേ? അത് നിങ്ങൾക്ക് അറിയാലോ. -2ഉം -3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരം എന്ന് പറയുന്നത് വെറും 6 അല്ലേ? ഈ മൈനസും മൈനസും കൂടി പ്ലസ് ആയില്ലേ? ഇല്ലേ? അപ്പൊ ഇവിടെ 100 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ അല്ലേ? ഇരട്ട സംഖ്യ അല്ലേ? 100 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യ ആണല്ലോ. അപ്പോ ഒരു നെഗറ്റീവ് നമ്പറിനെ നമ്മൾ ഇരട്ട സംഖ്യ ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇരട്ട സംഖ്യ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരട്ട സംഖ്യ അത്രയുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് ആകും. പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഭയങ്കര പ്രശ്നമായല്ലോ എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഘാതം മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ എന്താണ്, -1നെ ഞാൻ നോക്കിയേ ഒരു ഓഡ് നമ്പർ ആയിട്ടാണ് ഞാൻ ഘാതം എഴുതിയതെങ്കിൽ, -1 raised to 3 എന്നാണ് എഴുതിയതെങ്കിൽ ഇത് വിചാരിക്കുക, -1 into -1 into -1 എന്ന് വരും. അപ്പൊ ഈ 2 മൈനസും കൂടി പോയിട്ട് അത് വെറും പോസിറ്റീവ് 1 ആകും. അപ്പൊ ദേ ഇവിടെ വീണ്ടും ഒരു മൈനസ് ഉണ്ട്, അപ്പോ അത് നെഗറ്റീവായി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു നെഗറ്റീവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു നെഗറ്റീവ് നമ്പറിനെ നമ്മൾ ഈവൺ നമ്പർ ഓഫ് ടൈംസ് ആണ് അതിനോട് കൂടി തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അതായത് അതിന്റെ ഘാതം ഒരു ഇരട്ട സംഖ്യയാണെങ്കിൽ ഉത്തരം ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു നെഗറ്റീവ് നമ്പറിനെ ഘാതമാക്കി എഴുതുന്നത് അല്ലെങ്കിൽ എക്സ്പോണന്റ് ആക്കി എഴുതുന്നത് ഒരു ഇരട്ട സംഖ്യയാണെങ്കിൽ, ഈവൺ നമ്പർ ആണെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവ് സംഖ്യയുടെ എക്സ്പോണന്റ് അല്ലെങ്കിൽ ഘാതം ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റ സംഖ്യയാണെങ്കിൽ ഉത്തരം നെഗറ്റീവ് തന്നെ ആയിരിക്കും. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഒരു നെഗറ്റീവ് സംഖ്യയുടെ ഘാതം ഒരു ഇരട്ട സംഖ്യയാണെങ്കിൽ ഉത്തരം പോസിറ്റീവായി മാറും. പക്ഷെ ഒരു നെഗറ്റീവ് സംഖ്യയുടെ ഘാതം ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ ഉത്തരം നെഗറ്റീവ് തന്നെ ആയിരിക്കും.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണത് 1 ആയത്? 100 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യ അല്ലേ? 100 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പോ മൈനസ് സംഖ്യയായിട്ടുള്ള ഈ -1നെ 100 തവണ മൾട്ടിപ്ലൈ ചെയ്തപ്പോ 100 തവണ മൾട്ടിപ്ലൈ ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? അതിന്റെ നെഗറ്റീവ് പോയിട്ട് പോസിറ്റീവായി. അപ്പൊ അതാണ് ഉത്തരം. 1 ആണ് ഉത്തരം. ഇനിയിപ്പോ ഇവിടെ 101 ആണോ ചോദിച്ചിരുന്നതെങ്കിലോ? 101 എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിലോ -1 ആയിരിക്കും ഉത്തരം. കാരണം ഇതൊരു ഓഡ് നമ്പർ അല്ലേ? ഇതൊരു ഈവൻ നമ്പർ അല്ലേ? മനസ്സിലായോ? അപ്പോ വേറൊരു എക്സാമ്പിൾ നോക്കിയേ. -2നെ ഞാൻ 2 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? -2 ഇൻറ്റു -2 നെഗറ്റീവും പോയിട്ട് അത് പോസിറ്റീവായി 4. ഇനി -2നെ 3 തവണയാണ് ഞാൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിലോ -2 ഇൻറ്റു -2 ഇൻറ്റു -2. അപ്പൊ ഈ നെഗറ്റീവും തമ്മിൽ പോസിറ്റീവായി. പക്ഷെ വീണ്ടും അവിടെ ഒരു നെഗറ്റീവ് ഇല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? 4 ഇൻറ്റു -2 വീണ്ടും വരും -8. അപ്പൊ നോക്കിയേ, ഓഡ് നമ്പർ ആയതുകൊണ്ട് ഉത്തരത്തിൽ നെഗറ്റീവ് വന്നു. ഇവിടെ ഈവൻ നമ്പർ ആയപ്പോ ഉത്തരം പോസിറ്റീവായി. ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഉത്തരം 1 എന്ന് വന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ഫസ്റ്റത്തെ ഉത്തരം 1 ആണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ ഇവിടെ പറയും. ഇപ്പൊ ഇനിയിപ്പോ ആ ചാപ്റ്റർ ഒക്കെ പഠിക്കുമ്പോൾ ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോവുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ഇനി വീണ്ടും ഞാൻ അപ്പൊ എക്സ്പോണന്റ് ഇതാണ് അതാണ് ഇതാണെന്നൊന്നും പറയില്ല. അപ്പൊ നിങ്ങൾക്ക് എക്സ്പോണന്റ് ക്ലിയർ ആയല്ലോ? അപ്പൊ എക്സ്പോണന്റിന്റെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാലും എഴുതണം കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി രണ്ടാമത്തെ നോക്കിയേ. രണ്ടാമത്തെ കുറച്ച് പ്രശ്നമുണ്ട് അല്ലേ? ഇംഗ്ലീഷ് മലയാളം മീഡിയംകാർ പേടിക്കണ്ട, ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. A store sells a packet of 5 apples in 25 and a single apple in 6 rupees. If a lady purchases 27 apples, how much money she will she pay? എന്താ ചോദ്യം? ഒരു കടയില് ഒരു 5 ആപ്പിളിന്റെ ഒരു പാക്കറ്റിന് 25 രൂപയും നമ്മൾ ഓരോ ആപ്പിൾ ഒറ്റയ്ക്ക് എടുക്കണമെങ്കിൽ 6 രൂപയുമാണ് ഓരോ ആപ്പിളിന് വരുന്നത്. ഇനി ഒരു ലേഡി 27 ആപ്പിൾ ആണ് ഒരുമിച്ച് പർച്ചേസ് ചെയ്തതെങ്കിൽ അവർക്ക് മൊത്തത്തിൽ എത്ര രൂപ ആയി? അതാണ് ചോദ്യം. അത് നിങ്ങളിപ്പോ അതെങ്ങിപ്പോ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ആലോചിച്ചിരിക്കണ്ടാവും അല്ലെ? അതെങ്ങനെ കണ്ടുപിടിക്കുക? ഒരു പാക്കറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, അതായത് 5 എണ്ണം ഒരുമിച്ച് എടുക്കുക. നമ്മളിപ്പോ കടയിലൊക്കെ പോയി കണ്ടില്ലേ? ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ എത്ര 60, മൊത്തത്തിൽ 2 എണ്ണം ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ 100. അപ്പൊ നിങ്ങൾ ആയിരിക്കും 60 കൂടെ വരുമ്പോ ശരിക്കും 120 ആവേണ്ടതല്ലേ 2 എണ്ണത്തിന്? പക്ഷെ അങ്ങനെ ഒരുമിച്ച് എടുക്കുമ്പോ കടക്കാർ കുറച്ച് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ തരും അല്ലേ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഓരോ ആപ്പിൾ ഒറ്റയ്ക്ക് പോയിട്ട് എടുക്കാനാണെങ്കിൽ ഒരു ആപ്പിളിന് 6 രൂപയാണ് വരുന്നത്. പക്ഷേ 5 ആപ്പിൾ നിങ്ങൾ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ 25 രൂപയാവുള്ളൂ. അപ്പോ 5 ആപ്പിൾ ഒരുമിച്ച് എടുക്കുമ്പോൾ ഒരു ആപ്പിളിന് 5 രൂപ, ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു ആപ്പിളിന് 6 രൂപ. അപ്പോ മൊത്തത്തില് ഒരു ലേഡി 27 ആപ്പിൾ വാങ്ങി. അപ്പോ മൊത്തം അവർക്ക് എത്ര രൂപ ചെലവായി? അതാണ് ചോദ്യം. ഞാൻ നിങ്ങൾക്ക് സമയം കളയുന്നില്ല, കാരണം ആ ക്വസ്റ്റ്യൻ കുറച്ച് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ വേഗം ഉത്തരം പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അല്ലാണ്ട് ഒരു നമ്പർ തന്നിട്ട് ടെസ്റ്റ് ഡിവിസിബിലിറ്റി അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ആ സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യണം നമ്മൾ വേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയേ, 5 എണ്ണം ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഓഫ് പാക്കറ്റ് ഓഫ് 5 ആപ്പിൾസ്, 5 ആപ്പിൾസിന്റെ പാക്കറ്റിന് 25 രൂപ അല്ലേ? 5 ആപ്പിളിന്റെ ഒരു പാക്കറ്റ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ അതിന് 25 രൂപ. അപ്പൊ മൊത്തം ഈ ഒറ്റ ആപ്പിൾ ആണ് വാങ്ങുന്നതെങ്കിൽ സിംഗിൾ ആപ്പിളിന് 6 രൂപ. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ?
ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ മതി, ബാക്കി നമുക്ക് പഠിക്കാം. അപ്പോൾ 5 ആപ്പിൾ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ 25 രൂപയായി. അപ്പോൾ അതായത് ഒരു ആപ്പിളിന് 5 രൂപ. ഇനി നമുക്ക് 3 ആപ്പിൾ മതി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഓരോന്നല്ലേ എടുക്കുക. അപ്പോൾ ഒരു ആപ്പിളിന് അവർ 6 രൂപയായിരിക്കും ചാർജ് ചെയ്യുന്നത്. ഇനി അവര് 27 ആപ്പിൾ വാങ്ങിച്ചു. 27 ടോട്ടൽ വാങ്ങിയത് 27 ആപ്പിൾസ് ആണ് അല്ലേ? 27 ആപ്പിളുകളാണ് മൊത്തത്തിൽ അവര് പർച്ചേസ് ചെയ്തത്. അപ്പൊ ഈ 27 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ പാക്കറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ, പാക്കറ്റ് ആക്കി മാത്രം എടുക്കുകയാണെങ്കിൽ 27 എണ്ണം കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 5ന്റെ മൾട്ടിപ്പിൾ ആണോ 27? 5ന്റെ ഗുണിതമാണോ 27 എന്ന് പറയുന്നത്? ആണോ? അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി നിങ്ങള്? 27നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് ഒരു ഉത്തരം കിട്ടുമോ നിങ്ങൾക്ക്? ഇല്ല. കാരണം 27 എന്ന് പറയുന്നത് 5ന്റെ ഗുണിതമല്ല. അപ്പൊ നിങ്ങള് ഈ 27 എന്ന് പറയുന്നതിനെ നമ്മൾക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി നോക്കാം അല്ലെ? 27നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 5 മൾട്ടിപ്ലൈഡ് ബൈ 5 25. ബാക്കി ഒരു 2 വന്നു അല്ലേ? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. ബാക്കി അവിടെ ഒരു 2 വന്നു, റിമൈൻഡർ 2 വന്നു. അപ്പോ എന്ത് മനസ്സിലാക്കാം? 27 ആപ്പിൾ അവര് വാങ്ങിയെങ്കിൽ അതെന്ന് പറയുന്നത് 5 പാക്കറ്റും പ്ലസ് 2 എണ്ണവുമാണ് അല്ലെ? 5 പാക്കറ്റ് എന്ന് പറഞ്ഞ ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 ആപ്പിൾ ആണ് അതിലുള്ളത്. ഒരു പാക്കറ്റിൽ 5 ആപ്പിൾ ആണ് ഉള്ളത് അല്ലെ? അപ്പൊ 5 പാക്കറ്റിൽ എത്ര ആപ്പിൾ ഉണ്ടാവും? 5 × 5 25 അല്ലെ? അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കണത്, ഒരു പാക്കറ്റില് 5 ആപ്പിൾ. അപ്പൊ 5 പാക്കറ്റില് 25 ആപ്പിൾ ഉണ്ടാവും. അപ്പൊ ഇവരിവിടെ മൊത്തത്തിൽ എത്രയാണ് മേടിച്ചത്? 27 ആണ് അല്ലെ മേടിച്ചത്? 27 എണ്ണാണ് മേടിച്ചത്. അപ്പൊ 5 പാക്കറ്റ് അവർ മേടിച്ചപ്പോ 25 എണ്ണം അവർക്ക് കിട്ടി. പിന്നെ അവർക്ക് 2 എണ്ണം കൂടെ വേണം അല്ലെ? 2 എണ്ണം കൂടെ വേണം. അപ്പൊ എന്താ സംഭവിച്ചേ? അപ്പൊ എന്താണ്? 2 എണ്ണം എക്സ്ട്രാ മേടിച്ചു. അപ്പൊ 25 എണ്ണം പ്ലസ് 2 എണ്ണം എക്സ്ട്രാ മേടിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഒരു പാക്കറ്റിന് 25 റുപ്പീസ്. ഓക്കെ. അപ്പൊ 5 പാക്കറ്റിന് എത്ര രൂപയാ? ഒരു പാക്കറ്റിന് 25 രൂപയാണെങ്കിൽ 5 പാക്കറ്റിന് എത്ര രൂപയാണ്? അതൊന്ന് വേഗം കേക്കട്ടെ. അത് മാത്രം ഉത്തരം പറഞ്ഞാലേ നിങ്ങള്. ഒരു പാക്കറ്റിന് 25 രൂപ. 5 പാക്കറ്റിന് അപ്പൊ എത്ര ഉത്തരം? എത്രയാണ് വരുന്നത് വില? ഞാൻ പറഞ്ഞോളൂ. ഒരു പാക്കറ്റിന് 25. സമയം പോണു വേഗം പറഞ്ഞോ. ഞാൻ ഫൈനൽ ആൻസർ അല്ലട്ടോ ചോദിക്കണേ. ഇപ്പൊ ഈ ചോദിച്ചതിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഒരു പാക്കറ്റിന് 25. ഒരു പാക്കറ്റിന് 25 രൂപയാണെങ്കിൽ 5 പാക്കറ്റിനും അവര് നിങ്ങൾക്ക് 4 പാക്കറ്റ് വെറുതെ തരുമോ? 5 പാക്കറ്റിനും എങ്ങനെയാ 25 ആവുന്നേ? എന്തുകൊണ്ടാ നിങ്ങൾ എല്ലാവരും 25 എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒരു മിഠായിക്ക് 10 രൂപയാണെങ്കിൽ 10 മിഠായിക്ക് എത്ര രൂപയായി? ഒരു മിഠായിക്ക് 10 രൂപ. അപ്പൊ നിങ്ങൾ പോയിട്ട് കടയിൽ നിന്ന് 5 മിഠായി മേടിച്ചു. നിങ്ങൾക്ക് അപ്പോഴും 10 രൂപയാവുള്ളോ? അല്ലല്ലോ, 50 രൂപ കൊടുക്കണ്ടേ? വേണ്ടേ? ഒരു മിഠായിക്ക് 10 രൂപയാണെങ്കിൽ 5 മിഠായി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അതിന് 10 + 10 + 10 + 10 + 10 5 തവണ ഈ 10 അങ്ങോട്ട് ആഡ് ചെയ്ത് വരണ്ടേ? എന്നാലല്ലേ 5 മിഠായി കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാ 25 രൂപ വരുന്നത്? ഒരു പാക്കറ്റിനാണ് 25. അപ്പൊ 5 പാക്കറ്റിന് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിക്കണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒരു പാക്കറ്റ് 25. അപ്പൊ 5 പാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ സംഭവിച്ചത്? ഞാൻ ഈ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ ഇത് 5 ആയത്. അപ്പൊ ഇപ്പുറത്ത് 25നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 125 രൂപ.
കിട്ടിയോ? അപ്പൊ 5 പാക്കറ്റിന് 125 രൂപ വരും. അതിനുശേഷം അപ്പൊ 25ഉം പിന്നെ എന്താ സംഭവിച്ചത്? 2 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചു. ഓരോന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചാൽ ഒരു ആപ്പിളിന് 6 രൂപയാണ്, 6 rupees ആണല്ലോ. അപ്പൊ 2 ആപ്പിളിനോ? ഒരാപ്പിളിന് 6 രൂപയാവുമ്പോ 2 ആപ്പിളിന് 12 രൂപ അല്ലെ? ഒരു ആപ്പിളിന് 6 രൂപ, അപ്പൊ 2 ആപ്പിളിന് 12 രൂപ അല്ലേ? 12 രൂപ. ഓക്കെ, 2 ആപ്പിൾ 12 രൂപ. അപ്പൊ നോക്കിയേ, 25 + 2 എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം 25 ആപ്പിളിന് 125 രൂപയും പ്ലസ് 2 ആപ്പിളിന് 12 രൂപയും ടോട്ടൽ 137 രൂപ. അപ്പൊ ഇതാണ് ഉത്തരം, 137. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ എന്തായിരുന്നു ഇവിടുത്തെ ചോദ്യം? ആപ്പിൾസ് ഒരു പാക്കറ്റിൽ മൊത്തത്തിൽ മേടിച്ചാല് ഒരു പാക്കറ്റിന്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഒരു പാക്കറ്റിന് 25 രൂപ. ഒരു പാക്കറ്റില് 5 ആപ്പിൾ ആണ് ഉള്ളത്, 25 രൂപ. ഒരു ലേഡി 27 ആപ്പിൾ മേടിച്ചു. ഇവരിപ്പോ 30 ആപ്പിളാ മേടിക്കണമെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടില്ല അല്ലേ? 30 ആപ്പിളാ മേടിക്കണമെങ്കിൽ അവർക്ക് നേരിട്ട് 6 പാക്കറ്റ് അങ്ങോട്ട് മേടിച്ചാൽ മതി അല്ലേ? അപ്പൊ നേരിട്ട് 6 പാക്കറ്റ് മേടിച്ചാൽ മതി. കാരണം 30 എന്ന് പറയുന്നത് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് 6 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ ഒരു പാക്കറ്റിന് 25 രൂപയാണെങ്കിൽ 6 പാക്കറ്റിന് 6 × 25 എന്ന് ചെയ്താൽ ഉത്തരം കിട്ടി. പക്ഷെ ഇവിടെ 27 ആണ് അല്ലെ? 27 എന്ന് പറയുമ്പോൾ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്തിനാ 5 കൊണ്ട് ചെയ്യണേ? ഒരു പാക്കറ്റിൽ 5 ആപ്പിൾ അല്ലേ ഉള്ളത്. അപ്പൊ കറക്റ്റ് ഒരു പാക്കറ്റ് ആയിട്ട് കിട്ടിയാൽ മതിയോ, അതോ ഇനി അഡീഷണൽ എന്തെങ്കിലും കിട്ടണോ എന്നറിയാനാണ് ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ നമുക്ക് 2 റിമൈൻഡർ കിട്ടി. 2 റിമൈൻഡർ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പാക്കറ്റ് അവർക്ക് മേടിക്കാം. കോഷ്യന്റ് ആയിട്ട് കിട്ടിയത് 5 അല്ലേ? അപ്പൊ 5 പാക്കറ്റ് മേടിച്ചിട്ട് റിമൈൻഡർ കിട്ടിയ 2 എണ്ണം കൂടെ മേടിച്ചാലേ 27 ആവുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ റിമൈൻഡർ കിട്ടിയ 2 എണ്ണം കൂടെ സെപ്പറേറ്റ് മേടിക്കണം. അപ്പൊ 5ന്ന് കോഷ്യന്റ് കിട്ടിയതുകൊണ്ട് 5 പാക്കറ്റ്, ഒരു പാക്കറ്റിന് 25 രൂപ, 5 പാക്കറ്റിന് 25 × 5 125 രൂപ പ്ലസ് 2 എണ്ണം സെപ്പറേറ്റ് മേടിക്കുന്നു. ഒരെണ്ണത്തിന് അപ്പൊ 6 രൂപയാണ്, 2 എണ്ണത്തിന് 12, 125 പ്ലസ് 12 137. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? ഇത് ഇങ്ങനത്തെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ എല്ലാവരും ആൻസേഴ്സ് ഒക്കെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും. Kaku got 7 marks less than Bakshi, while Raman got 3 marks more than Kaku. If the total marks obtained by all three is 76, find the marks obtained by Raman. ഒയ്യോ, വീണ്ടും പ്രശ്നം. ഭയങ്കര പ്രശ്നം അല്ലേ? ഇത് കുറച്ച് അധികം പ്രശ്നമുള്ള സംഭവമാണ്. എന്താണ്? കാക്കു എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ബക്ഷി എന്ന് പറയുന്ന കുട്ടീനേക്കാൾ 7 മാർക്ക് കുറവാണ് കിട്ടിയത്. ഓക്കെ, ഇവിടെ 3 കുട്ടികളുണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാക്കു ഉണ്ട്, ബക്ഷി ഉണ്ട്, രാമൻ ഉണ്ട്. 3 കുട്ടികളുണ്ട്. ഇവർക്ക് തമ്മിൽ കിട്ടിയ മാർക്കിനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ചെയ്യാൻ പാടില്ല അല്ലെ? കമ്പയറിങ് ഭയങ്കര മോശമാണ്. എന്നാലും ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ കാക്കുവിന് ബക്ഷിയേക്കാൾ 7 മാർക്ക് കുറവാ കിട്ടിയത്. പക്ഷെ രാമന് കാക്കുവിനെക്കാട്ടിലും 3 മാർക്ക് കൂടുതൽ കിട്ടി. എന്താ സംഭവിക്കുന്നത് അവിടെ? കാക്കു ഗോട്ട് 7 മാർക്സ് ലെസ് ദാൻ ബക്ഷി. അപ്പൊ ബക്ഷി എന്ന് പറയുന്ന കുട്ടിയേക്കാൾ 7 മാർക്ക് കുറവാണ് കാക്കുവിന് കിട്ടിയത്. അപ്പോ രാമൻ എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയത് 3 മാർക്ക് മോർ ദാൻ കാക്കു. കാക്കുവിനേക്കാൾ 3 മാർക്ക് കൂടുതലാണ് കിട്ടിയത്. ഇവർക്ക് 3 പേർക്കും കൂടി കിട്ടിയ മാർക്ക് നമ്മൾ കൂട്ടുകയാണെങ്കിൽ 76 എന്നാണ് ഉത്തരം വരുന്നത്. 3 പേർക്കും കൂടി കിട്ടിയ മാർക്ക് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ കേട്ടോ, 76 എന്നാണ് ഉത്തരം വരുന്നത്. അപ്പോ രാമന് എത്ര മാർക്കാണ് കിട്ടിയത് എന്നാണ് ചോദ്യം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല,
നമ്മളിവിടെ എക്സ് എന്നുള്ള സാധനമൊക്കെ കൊണ്ടുവന്നാലാണ് നമുക്കിവിടെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എക്സ് വെച്ചിട്ട് വരുന്ന പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടോ? അതായത് ഒരു സാധനത്തിന് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് വന്നിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതായത് ചിലരിങ്ങനെ തമാശക്ക് പറയണ കേൾക്കാം, കണക്കില് ആൽഫബറ്റ് വന്നു തുടങ്ങിയ പിന്നെ പ്രശ്നമാണെന്ന്. ഇത് കണക്കില് ഈ നമ്പേഴ്സ് മാത്രം ഉള്ളപ്പോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ കണക്കിൽ ഈ എക്സും വൈയും ഒക്കെ വന്നു തുടങ്ങിയ അയ്യോ പിന്നെ കുറച്ച് പ്രശ്നമാണ്. അപ്പൊ എക്സും വൈ ഒക്കെ വരുന്ന കണക്കുകൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? സമയം നമ്മൾ 7:50 സ്റ്റാർട്ട് ചെയ്തത്. 7:52 സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ 8:50 ഞാൻ നിർത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഒന്ന് ഫസ്റ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആരുടെ മാർക്ക് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്? രാമന്റെ ആണ് അല്ലെ? പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും മാർക്ക് ആരും പഠിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാകും, എന്നാലും കുഴപ്പമില്ല. നോക്കിയൊക്കെ, ഇവരുടെ രണ്ടുപേരുടെയും മാർക്ക് കാക്കുവിന്റെ മാർക്കായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ? രണ്ടുപേരുടെയും മാർക്ക് കാക്കുവിന്റെ മാർക്കായിട്ടാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കാക്കുവിന്റെ മാർക്ക് അറിയായിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേരുടെ മാർക്ക് കണ്ടുപിടിക്കായിരുന്നു അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാക്കുവിന് ഇപ്പൊ ഒരു 30 മാർക്കാണ് കാക്കുവിന് കിട്ടിയതെന്ന് വിചാരിക്കാം. ഓക്കെ, 30 മാർക്ക്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു എക്സാമ്പിൾ പറയാണ്. കാക്കുവിന്റെ മാർക്ക് 30 ആണെങ്കിൽ കാക്കുവിന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 7 മാർക്ക് ബക്ഷിയേക്കാൾ കുറവ്. അപ്പൊ കാക്കുവിന്റെ മാർക്ക് 30 ആണെങ്കിൽ ബക്ഷിയുടെ മാർക്ക് 37 ആണ്. എന്നാലല്ലേ ബക്ഷിനേക്കാൾ 7 മാർക്ക് കുറവ് കാക്കുവിനാവുള്ളൂ അല്ലെ? മനസ്സിലായോ? കാക്കുവിന്റെ മാർക്ക് 30 ആയിരുന്നു എങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ പറയാണ്, 30 ആയിരുന്നു എങ്കിൽ ബക്ഷിയുടെ മാർക്ക് എന്ന് പറയുന്നത് 30 + 7 37 ആണ്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? അതായത് ബക്ഷിയേക്കാൾ 7 മാർക്ക് കാക്കുവിന് കുറവായതുകൊണ്ട് കാക്കുവിനേക്കാൾ 7 മാർക്ക് കൂടുതലാണ് ബക്ഷിക്ക്. അപ്പൊ കാക്കുവിന് 30 ആണ് മാർക്കെങ്കിൽ ബക്ഷിയുടെ മാർക്ക് എന്ന് പറയുന്നത് 30 + 7 37. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ ഇതൊന്നും പറഞ്ഞു തരില്ല. അപ്പൊ രാമന്റെ മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്ക് കാക്കുവേക്കാൾ കൂടുതൽ എന്ന് വ്യക്തമായി തന്നിട്ടുണ്ട്. അപ്പൊ കാക്കുവിന്റെ മാർക്ക് 30 ആണെങ്കിൽ രാമന്റെ മാർക്ക് 33 അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കാക്കുവിന്റെ മാർക്ക് അറിയാമായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവരുടെ മാർക്കും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതെ, അപ്പൊ രാമന് 33 കിട്ടും. മനസ്സിലായല്ലോ? പക്ഷെ കാക്കുവിന്റെ മാർക്ക് അറിയില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ അറിയാത്ത സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അറിയാത്ത സാധനത്തിനെയാണ് നമ്മൾ ഈ എക്സ് എന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ വേരിയബിൾ എന്ന് പറയും. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ അറിയാത്തതുണ്ടോ, അപ്പൊ എക്സ് എന്ന് വിചാരിക്കുക. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ അവിടെ എക്സ് എന്ന് എഴുതി വെച്ച് വരാനല്ല ഞാൻ പറയണത് കേട്ടോ. അറിയില്ലെങ്കിൽ എക്സ് എന്ന് എഴുതാനാണ് മിസ് പറഞ്ഞേക്കണത്. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ട് അറിയാത്ത ആളെ കണ്ടുപിടിക്കാനാണ് എക്സ് എഴുതേണ്ടത്. അവസാനത്തെ ഫൈനൽ ആൻസർ കിട്ടണില്ല എക്സ് അല്ലാട്ടോ, അതല്ല ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് എക്സ് എന്ന് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കി നോക്കൂ. ഞാനപ്പോ കാക്കുവിന്റെ മാർക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെ എക്സ് എന്ന് വിചാരിക്കണം. കാക്കൂസ് മാർക്സ് എന്താണ്? എക്സ് ആണ്. എക്സ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അറിയില്ല. അപ്പൊ നേരത്തെ 30 ആയിരുന്നെങ്കിൽ ബക്ഷിയുടെ 37 ആന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാ കിട്ടിയത്? 30 + 7 അല്ലേ കിട്ടിയേ? അപ്പൊ ഇവിടെ ബക്ഷിയുടെ സ്കോർ, ബക്ഷിയുടെ മാർക്ക് എന്ന് പറയുന്നത് എക്സ് + 7. അതായത് കാക്കുവിന്റെ മാർക്ക് എക്സ് എത്രയാണെന്ന് അറിയില്ല. എത്രയായാലും അതിന്റെ കൂടെ 7 കൂട്ടിയാൽ ബക്ഷിയുടെ മാർക്ക് കിട്ടും. രാമന്റെ മാർക്കോ? കാക്കുവിന്റെ മാർക്ക് എക്സ് ആണെങ്കിൽ രാമന്റെ മാർക്ക് എക്സ് + 3. ഇത്രയും കാര്യം മനസ്സിലായോ? അറിയാത്ത സാധനത്തിനെ എക്സ് ആക്കി എടുത്തു. ആ എക്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ കൂടെ 7 കൂട്ടിയാൽ ബക്ഷിയുടെ മാർക്കായി, 3 കൂട്ടിയാൽ രാമന്റെ മാർക്കായി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഇനി എന്താ ഒരു സംഭവം കൂടെ പറഞ്ഞേക്കണേ. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 76 കിട്ടും. അതായത് ഇവരുടെ 3 പേരുടെയും കൂടെ മാർക്ക് ഒരുമിച്ച് കൂട്ടിയാൽ 76 കിട്ടും. അതായത് അയ്യോ, ഇത് കുറച്ച് പ്രശ്നമാണ്. നിന്ന് തീരുന്നു തോന്നുന്നില്ല എനിക്ക്.
ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കേ. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 76 കിട്ടണം. അതായത് എക്സ് പ്ലസ് 7, കാക്കുവിന്റെ സ്കോർ പ്ലസ് ബക്ഷിയുടെ സ്കോർ പ്ലസ് രാമന്റെ സ്കോർ, 3 പേരുടെയും കൂടെ മാർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 76 എന്ന് ഉത്തരം കിട്ടണം. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. വേഗം ഞാനൊന്ന് കാണിച്ചു തരാവേ. എക്സും എക്സും കൂടി കൂട്ടിയാൽ 2x എന്നാ കിട്ടുക. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എക്സ് പ്ലസ് എക്സ്, രണ്ട് എക്സുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 2x, അല്ലെങ്കിൽ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, എക്സ് പ്ലസ് 7 എന്ന് പറയുന്നത് 7x അല്ല. മനസ്സിലായോ? എക്സ് പ്ലസ് 7 എന്ന് പറഞ്ഞിട്ട് 7x എന്ന് എഴുതി വെക്കരുത്. എക്സ് ഇൻറ്റു 7 ആണ് 7x. അതുകൊണ്ട് എക്സ് പ്ലസ് 7 എന്ന് പറഞ്ഞാൽ അതിനെ എക്സ് പ്ലസ് 7 എന്ന് തന്നെ എഴുതാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അതിനെ ഒരുമിച്ച് ഒറ്റ ടേം ആക്കി എഴുതാൻ പറ്റില്ല. അത് 2 ഡിഫറെന്റ് ടേംസ് ആണ്. അത് അങ്ങനെ തന്നെ എഴുതണം. എക്സ് ഉള്ള ടേമിനെ എക്സ് ഉള്ള ടേം ആയിട്ട് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു എക്സ്, 7ന്റെ കൂടെ ഒരു എക്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് എക്സ് പ്ലസ് 7x എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യായിരുന്നു. പക്ഷെ വെറുതെ എക്സ് പ്ലസ് 7 അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു കാരണവശാലും ഇവിടെ 2x എന്ന് എഴുതി വെക്കാൻ പറ്റില്ല. എക്സ് ഉള്ള ടേംസിനെ എക്സ് ഉള്ള ടേംസ് കൊണ്ട് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയേ 3x ഉണ്ട്. 1x, 2x, 3x. അപ്പൊ 3x. ഇനി 7ഉം 3ഉം കൂടി ആഡ് ചെയ്താൽ 10 ആണ് 76. ഇനി നമ്മൾ നേരത്തെ ആ ഡിവൈഡന്റിന്റെ സംഭവത്തിൽ ചെയ്ത പോലെ തന്നെ ഈ 10നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്തായി? -10 ആയി. അപ്പൊ 3x ഈക്വൽ ടു 76 മൈനസ് 10 എത്രയാ? 10 മൈനസ് ചെയ്യാം ഇപ്പുറത്ത്. അപ്പൊ എന്താ? 76 മൈനസ് 10 66. ഇനി എന്ത് ചെയ്യണം? ഈ സാധനത്തിനെ 3നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലെ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, അപ്പുറത്തേക്ക് പോകുമ്പോ ഡിവിഷൻ. 66 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് ഉത്തരം? 22. 22 എന്ന ഉത്തരം ഉണ്ടോ അവിടെ? ആ ഉണ്ട്. 22 ആണ് ഉത്തരം. നോക്കിയേ, ഇവിടെ മാത്രം ശ്രദ്ധിച്ചു നോക്ക് കേട്ടോ. അതാണ് ഉത്തരം. മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണത്. ഞാൻ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് വേഗം എഴുതാം. ഒരാളുടെ കാക്കുവിന്റെ സ്കോർ എക്സ്, ബക്ഷിയുടെ എക്സ് പ്ലസ് 7, രാമന്റെ എക്സ് പ്ലസ് 3. ഇതൊക്കെ കൂടി കൂട്ടിയാൽ 76 കിട്ടുമെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇതെല്ലാം 3 പേരുടെയും കൂടെ മാർക്ക് കൂട്ടിയാൽ 76 കിട്ടുമെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എക്സും 3x, എക്സ് പ്ലസ് എക്സ് 3x, 7 പ്ലസ് 3 10 ഈക്വൽ ടു 76. ഈ 10 അങ്ങോട്ട് പോയപ്പോ എന്തായി? 76 മൈനസ് 10 ആയി. 3x ഈക്വൽ ടു 76 മൈനസ് 10, അതായത് 66. അപ്പൊ ഇനി 3x ഈക്വൽ ടു 66 എന്ന് കിട്ടി. ഈ എക്സ് മാത്രമേ വേണ്ടൂ അല്ലെ? 3നെ അങ്ങോട്ട് കൊണ്ടുപോകണം. 3നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോ എക്സ് ഈക്വൽ ടു 66 ഡിവൈഡഡ് ബൈ 3 22. ഓക്കെ ആണോ? ആണോ? പ്രശ്നമുള്ള സാധനമാണ്, അറിയാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ ഇന്ന്. ഓക്കെ, തന്നെ ചെയ്ത് നോക്കി തന്നെ ഉത്തരം കണ്ടുപിടിക്കുക. ഇപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ വല്ല സ്ക്രീൻഷോട്ട് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഇന്ന് തന്നെ ചെയ്ത് നോക്കണം. എന്താണിത്? കുറെ ഇമോജീസ് ഒക്കെ വരുന്നുണ്ടല്ലോ. നിങ്ങൾ ഇമോജി സെലക്ട് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാനിവിടെ കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോ ആണോ? എന്താണിത്? ഇമോജി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യാ? അപ്പൊ തന്നെ ചെയ്യാട്ടോ. അപ്പൊ ഇതാണ് ഉത്തരം. അപ്പൊ നമ്മൾ 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ മിക്കവാറും ഞാൻ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പൊ ഹാർട്ട്സ് ഇടാൻ വേണ്ടി നിങ്ങളെ ഞാനിവിടെ പിടിച്ചിരുത്തണില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. സമയവും ലേറ്റ് ആയി. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കാണുക കേട്ടോ. വീഡിയോ വരുമ്പോൾ വീണ്ടും 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 കണ്ട് പഠിക്കുക. തീരെ മനസ്സിലായില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും ഇതിനെ പറ്റി കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുക. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇന്ന് തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോയി തുടങ്ങി. ഓക്കെ, അപ്പോൾ സോ ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.